ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഫെബി ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്ഥിതിഗതികളുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പോൾ ഞാൻ ഇതാ പെട്ടി റാപ്പ് ചെയ്യാനുള്ള റോള് മേടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഓരോ പേരും പറഞ്ഞാൽ ഇറങ്ങിയതാണ്. എനിക്ക് അവിടെ നിന്നിട്ട് ഒന്നും മാതിരി സഹിക്കാനില്ല, ഒരു ജാതി ഒരവസ്ഥ. ഞാൻ പോകുമ്പോൾ എനിക്ക് ഇത്ര വിഷമല്ല. ഇത് ഇനിയിപ്പോൾ ഞാൻ ഓളില്ലാണ്ട് ആ റൂമിൽ കയറുന്ന അവസ്ഥ ആലോചിച്ചൂടാ. ഞാൻ പിന്നെ അത് കാണിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ചടങ്ങല്ലേ, നമ്മൾ ഇത്ര ദിവസം അത്രയും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോയതുകൊണ്ട് പിന്നെ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അത്രയും മിസ്സിങ് ഉണ്ട്. അപ്പോൾ ആലോചിച്ചിട്ട് തന്നെ ഒരുമാതിരി തലഭ്രാന്തമുണ്ട്. ഞാൻ ഏതായാലും ഇബ്രൂനെയും ഷാഹിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയാലും ഓലപ്പൊക്കെ ഇങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് സെറ്റപ്പ് ആവണം. പിന്നെ റൂമിലേക്ക് തിരിച്ച് വരണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. മറ്റേ എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെയൊക്കെ ഇരിക്കണോണ്ടേ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നാട്ടിലേക്ക് പോകുക തന്നെയാണ് നല്ലത്. എനിക്കും ടെൻഷൻ കുറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. അപ്പോൾ ഞാൻ എന്താ പെട്ടി റോൾ ചെയ്യാണ്. എനിക്ക് അവിടുന്ന് ഓളുടെ മുന്നിൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയും. ഒന്നാമത് എൻ്റെ മുഖം മാറും ചിലപ്പോൾ വിഷമം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ നമ്മളാരെയും ഞാൻ ഇതുവരെ വീഡിയോയിൽ അങ്ങനെ ഒരു ഫേസിൽ നിന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഭയങ്കര അവിടുന്ന് അതാണ് ഇതുവരെ വീഡിയോ ഒന്നും എടുക്കാൻ. അവളുടെ കുറച്ച് ഡ്രസ്സും ഇതൊക്കെ എടുക്കാണ്ട് ഹാൻഡ് ബാഗിൽ ഇടാനുള്ള അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഈ സാധനം മേടിച്ചിട്ട് ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടോ. കയറിക്കോ. സോ ഇറ്റ്സ് ടൈം. അയ്യോ നീയല്ലേ പറയേണ്ടത്. ഞാൻ പറയാനുള്ളതൊക്കെ അവരോട് പറഞ്ഞു, ഈ കാണാതെ. എന്താ അവസ്ഥ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ ആയിട്ട് പോവാ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ വരാം ഇൻഷാല്ലാ. ഇപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു പറ്റിയൊരു സമയം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോണത്. നമുക്ക് തന്നെ അറിയാലോ. പിന്നെ എനിക്കല്ലേ വിഷമം ഉണ്ടാവേണ്ടത്. എനിക്കിപ്പോൾ ഉമ്മ ഉണ്ട്, ഇപ്പം ഉണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ എന്തായാലും ഇപ്പം ഉണ്ട് എന്നല്ല, സൗദിയിലാണ്. ഉമ്മ ഉണ്ട്, പിന്നെ അവിടെ നിലമ്പൂരത്തെ അമ്മ അപ്പ എല്ലാവരും ഉണ്ട്. പിന്നെ അതേപോലെ വാവോളും എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അത് ആലോചിക്കുക. ഓരോട്ട് മാക്സിമം അങ്ങനെ ചിരിച്ച് കളിച്ച് ആ ഒരു വൈബിൽ നിൽക്കുക. ഉഷാറാവുക കേട്ടോ. അല്ല അത് ആലോചിക്കണ്ട. അതുണ്ടാവും. അത് ഇപ്പൊ ഉണ്ടാവും എന്ന് അറിയുന്നോണ്ടാണല്ലോ ഞാൻ അതിനെ പറ്റി ചോദിക്കാത്തത്. അത് നമ്മള് എന്തായാലും ഉണ്ടാവും, അതാണല്ലോ. അതിപ്പോ നമ്മള് ഒരാളുടെ നിന്ന് പോകുമ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ഇഷ്ടമോ പ്രണയമോ ലവോ ഒന്നും ഇല്ലല്ലോ. അത് നമുക്കുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സന്തോഷിക്കല്ലോ വേണ്ടത്. ശരിക്കും നമ്മൾ തമ്മിൽ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് വിഷമം. ഇപ്പൊ ഇത് പോണോണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അതിപ്പോ നമ്മള് എന്താ പറയാ, ഇവിടെ വന്ന് നിക്കാനൊക്കെ പറ്റിയ തന്നെ വലിയ ഭാഗ്യം. എത്രയോ ആളുകൾ, പ്രവാസികൾ ഇവിടെ. അപ്പം അത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു വൈബില് നിക്കുക. പിന്നെ നല്ല മൊമെന്റ്സ് കിട്ടി. അത്രേ ഉള്ളൂ. എന്തോ ഒരു രസമായിരുന്നു 2 മാസം. തല്ലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് അങ്ങനെ ഒരു വൈബ് നമ്മളായിട്ടുള്ള ഒരു സമയം. അതായത് വേറെ ഒന്നും ഇല്ലല്ലോ. പുറത്തു പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച്, ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഓലപ്പോൾ നമ്മൾ ഒരുമിച്ച് ഫുൾ ടൈം ആ ഒരു ഇതായപ്പോ ശരിക്കും ഇനി എനിക്കാണ് ഇനി പണി വരാൻ പോണത്. ഇവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ച റൂമിൽ കയറുന്ന ആലോചിച്ചൂടാ. അതൊക്കെ വിട്. അതൊക്കെ പിന്നെ എന്താ പറയാ, അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ മിസ്സിങ്ങിലും ഒരു സുഖമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത് മിസ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ കൊറേ ഇങ്ങനെ കാത്തിരുന്നായിട്ട് പിന്നെ നമ്മളിങ്ങനെ കാണുമ്പോ അത് വല്ലാത്തൊരു ഫീലിംഗ്. കാത്തിരുന്ന് കാണാതൊക്കെയാണല്ലോ ചെയ്യണത്. ഇപ്പൊ അവിടെ കാത്തിരുന്ന് കാണണേ കിലേക്ക് പോയിക്കണോ കേട്ടോ. കാത്തിരുന്ന് കാണുകയല്ല, ഇത്രയും ദിവസം ഒപ്പം ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു പേഴ്സൺ ഇല്ലാണ്ടാവുമ്പോ ആ വാല്യൂ, ആ പേഴ്സന്റെ വാല്യൂ എക്സൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ലൈക്ക് എന്താ എത്രത്തോളം ആയിരുന്നു അപ്പൊ അയാള് ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് എന്താണെന്ന് അവര് പോയി കഴിയുമ്പോ ശരിക്കും പോയി കഴിയുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് പോകണമെന്നല്ല കേട്ടോ, അങ്ങനെയല്ല. എന്നാലും
ആ ഒരു മൊമെന്റില് ഇല്ലാത്തൊരു സമയം വരുമ്പോ നമുക്ക് എക്സൈറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാനത് ത്രില്ഡാണ് ആ ഒരു മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. എന്താണ് ഇവളെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് അറിയണം. അപ്പൊ നമ്മള് പുറത്തിറങ്ങി മെട്രോ ഒക്കെ കാണിച്ചു കൊടുത്താൽ മെട്രോന്റെ താഴത്തേക്ക് നമ്മൾ പോകും. മെട്രോന്റെ താഴത്തുകൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. കണ്ടങ്ങള് ഇവിടെ ഫെബി ഏതാ ദുബായിത്തെ ഫെബിയായി മെട്രോന്റെ താഴത്തുകൂടെയൊക്കെ പോണ്. വല്ല കഥയുണ്ടോ മക്കളെ? ഇനി നമ്മള് ഇവിടുന്ന് ചായനും പരിക്കെടുത്ത് നമ്മൾ ചായ കുടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പൊ നമ്മള് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ടൊരു സുഖല്ല സത്യം പറഞ്ഞാല്. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ഒന്നാമത് ഞാൻ ഇവിടെ കൊണ്ട് തിരിച്ചു വന്നപ്പോ തന്നെ എന്ത് ചെയ്തു, കൊറേ ലേറ്റ് ആയിട്ട് വന്നു. കാരണം എനിക്ക് ഇവിടെ ഇല്ലാതെ നിൽക്കും ഭയങ്കര ചടങ്ങാണ്. അപ്പൊ ആ ഒരു ചടപ്പ് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഞാൻ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഒരു 5 മണിയാകുമ്പോൾ ആ റൂമിൽ എത്തി. ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതായത് എന്തൊക്കെയോ ഒരു ഇടങ്ങേറ്. അപ്പൊ പിന്നെ പോയിട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചപ്പോ ലേറ്റ് ആയിട്ട് അങ്ങനെ എമിറേറ്റ്സിലൊക്കെ പോണത് ഏതാ ടീം. അപ്പൊ അല്ല ഓൾക്ക് ടയർഡ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ലൈക്ക് ഓള് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ അവിടെ ഉറങ്ങിക്കോളും. അപ്പൊ പിന്നെ അവിടേക്ക് എത്തുന്ന അറിയില്ല. അങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണ്ടേ. അങ്ങനെയൊക്കെ ഗൈസ്. അപ്പൊ നമ്മള് എന്തായാലും ചായ കുടിക്കുമ്പോ വരാം. ഓക്കെ, ഇബ്രു ഉണ്ട് അവിടെ. അപ്പൊ എടുത്തിട്ട് വരാം. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അധികം സമയമില്ലല്ലോ. ഓക്കെ ഓക്കെ ബൈ. കുടിച്ചോ നാട്ടിൽ പോയിട്ട് ഫ്രഷ് മിൽക്ക് എന്ന് പറയാ. അതിനെത്ര 2 ദിറംസ് ആണോന്ന് ചോദിക്കുക. ഇവിടുന്ന് വാ തുറക്കല്ലേ, തുറന്ന പൂക്കല്ലേ. ഇനി അങ്ങോട്ട് ദുബായ് ഫെബി. അത് എനിക്കൊരു പ്രശ്നമല്ല. അതല്ല കോമഡി എന്താ, അതായത് കാറിന് ഇങ്ങോട്ട്, അതായത് ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ. അപ്പൊ സുഹേൽ പറയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇബ്രുവിനെ 4 ഊക്കലൂക്കി ഞാൻ ഓക്കെയാണ്, ഞങ്ങളിതൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ സുഹേലിനെക്കാട്ട് ചിലപ്പോ ഷായിക്കേക്കും ചിലപ്പോ മിസ്റ്റേക്കും കുറച്ച് കൂടുക. അത് ശരിയാണ്. നമ്മള് നടക്കുമ്പോ ഇരിക്കുമ്പോഴും എപ്പോഴും കയ്യും പിടിച്ച് ആ ഒരു അതുമല്ല. ഇവര് രണ്ടുപേരും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ഒരു ദിവസം 4 മണിക്ക് ഞെട്ടി നീച്ചു. അപ്പണ്ട് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. എനിക്ക് പകല് ഉറക്കല്ല, രാത്രി ഉറക്കല്ല, പകലായിരുന്നു. അതിനനുസരിച്ച് ഡ്യൂട്ടിക്ക് പോകണം. മറ്റോള് പറയുന്ന വോയിസ് എന്താണെന്നറിയോ ഇൻസ്റ്റയില്? ഷോയില് കേൾക്കേണ്ട വോയിസ് എന്നാൽ ദേശായി കുടുംബത്തിലെ അർജുനോ അതല്ലല്ലോ, വേറെന്തല്ലോ. സകലമാന ത്വരപ്പ് വർത്താനങ്ങൾ. ഓളെ നാട്ടിലത്തെ കഥകൾ ഓള്, ഇവിടുത്തെ നാട്ടിലത്തെ കഥകൾ ഇവിടെ. അതായത് മെയിനായിട്ട് ഒളിച്ചോട്ടം, ഡിവോഴ്സ്, സകലമായ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസിന്റെ സ്റ്റാറ്റസുകൾ, ആരൊക്കെ പിരിയാൻ ചാൻസ് ഉണ്ട്, സംഭവം സത്യം കേട്ടോ. ഇവര് പറഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിൽ സംഗതി നടക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത അമ്മമാര് ഇവിടെ നാക്കൊക്കെ പറ്റി കഴിഞ്ഞാലേ അത് ഇവിടെ മറ്റോട് പറയണേ, സുഹേല് കേക്കണ്ട, പുതിയൊരു സാധനം കിട്ടിക്കുന്നത്. അല്ല ഉണ്ടായതാണോ? സ്റ്റോറി ആയിക്കോട്ടെ. സ്റ്റോറി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അവനോട് ഞാൻ ഒരു കണ്ണ് കോള തുറന്നപ്പോ കേട്ടതാണ്. മുഴുവനായിട്ട് കേൾക്കാൻ കൂടി. എന്തൊക്കെ പറയാനുണ്ടാവും. രാത്രി 12 മണി വരെ പണിയെടുത്ത് 2-3 മണി വരെ എഡിറ്റിംഗ് ചെയ്ത്. എനിക്ക് സംശയമുണ്ട്, വിസിറ്റ് കഴിഞ്ഞിട്ടില്ല. ഒരു മാസം അമ്മക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടോ, മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കാതെ. അപ്പൊ വലിയ ചായ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. പൊയ്ക്കോളി എന്നാണ് പറയുന്നത്. പറയാതെ പറയാം. 4 ചായ 3/4 മണിക്കൂർ ഇരുന്ന്. ബേബിക്ക് വിഷമമുണ്ടോ? അത് മതി. അല്ല, അങ്ങനെ പോയി വരാൻ പറ്റുന്നതും ഭാഗ്യമാണ്. ഇത് കരഞ്ഞതായി അതിന്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഞാൻ വണ്ടി എടുത്ത് നമ്മൾ നേരെ എയർപോർട്ട് കൂടെ കിട്ടിയോ? എടുത്തോ? എന്നെ എന്തേലും പറഞ്ഞു ഒറ്റടിക്ക് ഹാപ്പി ആയിരുന്നു സുഹേല്. ക്യാമറ ഓണായപ്പോ ഒറ്റടിക്ക് സാഡായി. സാഡ് അഭിനയിച്ച് മരിക്കണ്. ഇവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഓള് തുള്ളിച്ചാടാണ്.
ഓളെന്താ അറിയോ പൊട്ടലും പോയി പൊട്ടി കിട്ടി അതിലെ അങ്ങനെയാണ് കൂട്ടാണല്ലേ ഞാൻ പഠിക്കാനോ ദില്ലി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ മുണ്ടാത്തൊരു സമയമാണ് ഓനെ വ്ലോഗ് എടുക്കലെന്നെ പണി. മറ്റേ എന്ത് പറഞ്ഞാലും ഓൻ എടുക്കലില്ല. ഇപ്പൊ നോക്കണേ ഞമ്മക്ക് അയ്യോക്ക് എന്ത് രസാണ് ഇവിടെ ഫുള്ള് പൊജിയില് ഇതില് ഞാനൊരു കസറൊക്കെ ഓന് ഷൈൻ ചെയ്യാൻ വിടില്ലല്ലേ. ഇപ്പൊ കണ്ടില്ലേ സന്തോഷായില്ല പിന്നെ ഹാപ്പി ഓക്കെന്താ എല്ലാരും ഉണ്ടല്ലോ നമ്മക്കല്ല. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടരുത്. ഇജ്ജ് പോയി ചാടി കളിക്കുന്ന വീഡിയോ ഇവിടുന്ന് റൈറ്ററാ ഞാൻ റൈറ്റ് 2 നേരെ മുന്നിൽ ആള് വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കരയാണോ? അപ്പൊ അതല്ല അല്ലടാ ലിപ്സ്റ്റിക് ഇടുകയാണ്. അതായത് എന്ത് വിഷമം ഉണ്ടെങ്കിലും ലിപ്സ്റ്റിക് നമ്മൾ വിഷമിക്കുള്ളൂ. പണ്ട് ഇവള് ബോധം കെട്ടേ നാട്ടിലെ ഹോസ്പിറ്റലിൽ കിടക്കണേ. അപ്പൊ ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്താ പറ്റി വെച്ചു ഇവളമ്മാനോട്. അപ്പൊ ഇവളെ കാണിച്ചു ഇവിടെ ചുണ്ടൊക്കെ ചോത്തട്ടെ. ആൾക്ക് ബോധമൊന്നുമില്ല പക്ഷെ ചുണ്ടൊക്കെ ചോത്ത ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞിട്ടില്ല. ബോധം കെട്ടി ചുണ്ട് കുത്തി വീണാ പോകാൻ നേരത്തെങ്കിലും ഒരു സമാധാനം തരും. അതല്ലേ ഇനിയിപ്പോ കൊറേ കയ്യണ്ടേ. മാക്സിമം ഊക്കി വിട്ട് കഴിഞ്ഞാല് അയ്യോ സാധിപ്പിക്കല്ലേ ചായ് കെയറിങ് ഒന്നല്ല പറഞ്ഞുവിടാന്ന് പറയാ. ഞാൻ ക്യാരക്ടർ മാറി ഇടയ്ക്ക് എങ്ങനെയൊക്കെ പോവാ. സ്പീഡൊന്നും കൂട്ടില്ലേ സമയമുണ്ട്. എങ്ങനെയാണ് പറഞ്ഞെടുക്കാന്ന്. ഓണി മാസം ചടപട കിട്ടുന്നേ. അതല്ലേ ഞാൻ വ്ളോഗ് കാണുന്നവരോട് പറയണേ എല്ലാം ഉഷാറായി നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സിമ്പിളും എത്തിയിട്ടൊക്കെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുള്ളേ. എന്നിട്ടൊരു പ്രാർത്ഥന ഉണ്ടല്ലേ. അല്ല ഇത് ഏതാണ് ഇവിടെ കോണിയുണ്ട് താഴത്തേക്കാ സ്ലോ മോഷൻ അല്ലാതെ വേറെ ഫ്ലൈറ്റ് ഇപ്പൊ പോവും. സങ്കടപ്പെട്ടിരുന്നില്ല സ്ലോ മോഷൻ. സങ്കടപ്പെട്ടിരുന്ന സ്ലോ മോഷൻ പഠിച്ചു. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിക്കണ അപ്പം നമ്മൾ ചെക്കിൻ ഏരിയൻ്റെ മുമ്പിലെത്തി. ആള് ഏകദേശം പവർ ഓഫ് ആവാനായിട്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ആ ഒരു ഇതുണ്ടാവും. അത് ഇഷ്ടമുള്ള ആളുകളുടെ ഒരു ലക്ഷണമാണ് അല്ലേ. പക്ഷെ എന്തിനാ കണ്ടറിയണപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ലക്ഷണമല്ലേ. അപ്പോൾ ചെക്കിൻ ഏരിയൻ്റെ മുമ്പിലുള്ളത് ഇവിടെ എത്തി. ഇനിയിപ്പോൾ നേരെ കയറണം. ഉച്ച തിരക്കുണ്ട്, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അതെന്താ പറയുക ഉഷാറായിട്ട് പോക്കും വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമല്ല അല്ലേ. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തരികിടയോ ഓക്കെ അല്ലേ. അതിൻ്റെ ആവശ്യമില്ല ഇതോ സാറല്ലേ. ലിപ്സ്റ്റിക് റെഡി ആക്കിയാണ് വേറെ ബെറ്റർ. ഇവിടുന്ന് കയറുക. പിന്നെ ഇമിഗ്രേഷൻ ഉള്ളത് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കും കേട്ടോ. ഇവിടുന്ന് കയറുമ്പോഴേക്കും ബോർഡിംഗ് പാസ് വരും. ഇതിലെങ്ങനെ പോകും. അവിടെ ബാഗ് ലഗേജ് അവിടെ കൊടുക്കുക. പോയി തൂക്കിയിട്ട് എനിക്ക് എന്താ പറയുക ബോഡി പാസും പാസ്പോർട്ടും തരും. ഈ ഹാൻഡ് ബാഗും ഈ ഒരു സാധനം കൊടുത്തിട്ട് നേരെ അതിലങ്ങനെ പോകുള്ളൂ. പോയി പറഞ്ഞു തരും എവിടെ പോകേണ്ടത്. ഓക്കെ കയറിയിട്ട് നെക്സ്റ്റ് ഇതില്ല അവിടെ എൻ്റെ പാസ്പോർട്ടും വെച്ചിട്ട് എമിഗ്രേഷന് ചെയ്യേണ്ടി വരും. എമിഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗേറ്റ് പറഞ്ഞു തരും. എൻ്റെ ഇവിടുന്ന് തന്നെ എന്താ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും ഗേറ്റ്. ഉഷാറല്ലേ. എൻ്റെ ആവശ്യമില്ല. ഓക്കെ കേട്ടോ വിഷമിക്കണ്ട. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ച ഇങ്ങോട്ട് വരാമല്ലോ. ഇതൊന്നും ആദ്യം ഈ സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ. ഈ സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടല്ലേ കേട്ടോ. കുറച്ച് നേരത്തെ പറഞ്ഞേ. എന്നാലും എന്തൊക്കെയായാലും നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്. എത്രയോ ആൾക്കാർ പ്രവാസികൾ
ഇതേപോലെ വരാത്തവരുണ്ട്, നമുക്ക് പറ്റി വരാൻ പറ്റിയെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ ഭയങ്കര സാഹചര്യത്തിന് സമ്മർദ്ദം പോലെ കാര്യമാണ് അല്ലേ? പോയാ ഏയ് ഷായ് ചായ ഇപ്പോൾ ഭയങ്കര അപ്പൊ ഞാൻ പൊട്ടനെ മറിഞ്ഞിക്ക എന്തിനു കറിയുന്നേ? ഉള്ളിൽ കയറി ഇജ്ജ് പോയിട്ടില് സൊയില ചെക്ക് ഇൻ ചെയ്തിട്ടേ വരുള്ളൂ, നിർബന്ധം. ചെക്ക് ഇൻ കൗണ്ടറിൽ അത് കഴിഞ്ഞാൽ പിന്നെ എമിഗ്രേഷനാണ്. അവിടേക്ക് പോകുന്നത് തോന്നുന്നത് കയറും ദുബായ് ജയിലിലേക്കുള്ള പോക്കാണ് തോന്നുന്നത്. ഇതൊരു പരിധിയില്ലേ വീഡിയോ എടുക്കണ്ടെങ്കിൽ കരയെന്നൊക്കെ. ഓക്കെ കട്ട് നീ സന്തോഷിച്ചോ? ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ആൾക്ക് ഇനി എമിഗ്രേഷനിൽ കയറാൻ പോവാണ്. ഇനി നമുക്ക് കൂടെ പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് ടൈം ടു സേ ബൈ. ഒരു സ്മോൾ ഷോർട്ട് ബ്രേക്ക് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. റോള് ഉള്ളിൽ കയറി. പിന്നെ ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാം, അതാണ് നല്ലത്.